ഗോൾ അടിച്ചാ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ടോ? ലഹരി വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ നാട്ടില് ലഹരിക്കെതിരെയാണോ ഗോൾ അടിച്ച അല്ലേ? ഇനി നമ്മുടെ നാട്ടില് ലഹരി വേണ്ടല്ലേ? എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. ഓക്കെ, അതിനുള്ള സാഹചര്യം നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഒരുക്കി തരട്ടെ അല്ലേ? ഓക്കെ, അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഗോൾ അല്ലേ? ഓക്കെ, താങ്ക് യു. എന്താണ് ഈ ഒരു ഓപ്പറേഷൻ തൂഫാന് ഇങ്ങനെ ഒരു കുട്ടികളെ കൊണ്ടൊരു ഗോൾ അടുപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി കാണുന്നു? അതെ, സമാധാനത്തിനും അഹിംസക്കുമായി ഒരു വേൾഡ് മാർച്ച് ഫോർ പീസ് ആൻഡ് നോൺ വയലൻസ് എന്നൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഒരു പ്രോഗ്രാം. വേൾഡിൽ ഒരു 200ഓളം നഗരങ്ങളിൽ ഒരുമിച്ച് നടന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വ്യത്യസ്ത ജില്ലകളിലെ പ്രവർത്തനമുണ്ട്. കണ്ണൂർ അതിൻ്റെ പ്രവർത്തനത്തിന് ആരംഭമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ലഹരിക്കെതിരെ എന്ന് പറയുന്നൊരു ഹിംസക്കെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള ലഹരിക്കെതിരെ തൂഫാൻ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ജനകീയമാക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ഗോൾഡി മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. കുട്ടികളെ പൂർണ്ണമായിട്ടും ലഹരി മുക്തമാക്കി കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഫുട്ബോൾ ഗോളും നടക്കുമോ? സാധാരണത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചാൽ നമ്മളെ മനസ്സിലേക്ക് ആഴത്തിൽ വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ചേഞ്ച് വരുള്ളൂ. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ വ്യത്യസ്ത ജനവിഭാഗങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് വ്യക്തമായിട്ടും അത് കുട്ടികളിലൊരു ബോധമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യിച്ചത്. അതുമാത്രമല്ല, ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ കുട്ടികളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുത്തു. അതായത് ഹിംസക്കും യുദ്ധത്തിനും ലഹരിയും നമ്മൾ നിരാകരിക്കും എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ. ഇത്തരത്തിലുള്ള വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നടത്തുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് കുട്ടികൾക്ക് ആ ചിന്ത വളർത്താൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് പ്രകൃതി സംരക്ഷണത്തിനെതിരെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഏതൊരു കുട്ടിക്കും പ്രകൃതി സംരക്ഷണത്തിൻ്റെ മഹത്വം അറിയുന്നത്. അതേപോലെ തന്നെയാണ് ഈ പ്രവൃത്തിയും ഞാൻ കാണുന്നത്. ഞങ്ങളെ ഒരു സംഘടന കാണും. അതാണ് ഇതിൻ്റെ ആകത്തുക. അതായത് ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി, ഒരു റോഡ് ആക്സിഡൻ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വലിയൊരു കുറവ് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന്. അത് ഈ ലഹരി വിമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടാണോ? അല്ല, ലഹരി പൊതുവെ അന്യരോടുള്ള ഒരു കാരുണ്യത്തോടുള്ളൊരു സമീപനം ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ടിയാണ്. പക്ഷേ ഈ ലഹരി എന്ന് പറയുന്ന സംഗതി നമ്മൾ ശരിക്ക് എവിടെ ലോസായി പോവുക. അപ്പോൾ ലഹരി വിമുക്തമാക്കപ്പെടുമ്പം പൊതുവെ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ കാരുണ്യവും സഹാനുഭൂതിയും സഹായ മനസ്ഥിതി എല്ലാം കുട്ടികളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിശ്ചയമായിട്ടും അദ്ദേഹം പറഞ്ഞതിൽ 100% ശരിയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഗതി കുറഞ്ഞു വരികയാണ്. പക്ഷേ എല്ലാ വിഭാഗം ജനങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വവും മാനവികത നമുക്ക് വീണ്ടെടുക്കാം. അതുപോലെ തന്നെ ഒരേ ഒരു പെൺതരിയാണ് ഇപ്പോൾ ഈ ഒരു ഗോൾ അടിക്കുന്നതിനകത്ത് കണ്ടത്. അത് യഥാർത്ഥത്തിൽ അതാണ് ആ കുട്ടീന്ന് വെച്ചാൽ ഭാവി ഒരു തലമുറേൻ്റെ ഒരു പ്രതിനിധിയാണ്, ഒരു പ്രതീകമാണ് ആ കുട്ടി. ആ കുട്ടീൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നമ്മൾ മുതിർന്ന ആൾക്കാർ പറയുന്നൊരു ലോകം സാധ്യമാകാൻ വേണ്ടിയുള്ള ചെറിയൊരു കാൽവെപ്പായിട്ടാണ് ആ കുട്ടീൻ്റെ ഒരു ഗോളടി നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടികളെ ഈ ഒരു ബോധവൽക്കരണം, അതായത് ലഹരിക്ക് എതിരായിട്ടുള്ള ഈ ഒരു ബോധവൽക്കരണം മറ്റ് മേഖലകളിൽ ഇത് എത്തിക്കാനായിട്ട് പറ്റുമോ? കൃത്യമായിട്ട്, നിശ്ചയമായിട്ട് കുട്ടികളിലെ ഈ ബോധം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള വിവിധ രീതിയിലുള്ള കളികളിലൂടെയും സ്പോർട്സുകളിലൂടെയും ആർട്ട് മേഖലയിലൂടെയും കൾച്ചറൽ മേഖലയിലൂടെയും ഒക്കെ നമ്മൾ പ്രവർത്തനം തുടങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യ മനസ്സിനെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും മനുഷ്യ മനസ്സിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും ഇതിലൂടെയൊക്കെ, ഈ മേഖലയിലൂടെയൊക്കെ. ഒരു സൈഡിലൂടെ സർക്കാർ പറയുന്നു വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കാന്ന്, അപ്പോൾ മറ്റൊരു സൈഡിലൂടെ തൂഫാനും കൊണ്ടുപോകുന്നതിൽ കൂടെ ജനങ്ങൾക്ക് തന്നെ ഒരു ആശങ്കയുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ കണക്കൂട്ടുന്നത് ഇപ്പം ഞാനിപ്പോൾ അക്രമം ഞാൻ നിരാകരിക്കുന്നു, അല്ലെ യുദ്ധം ഞാൻ നിരാകരിക്കുന്നു, അല്ലെ ലഹരി നിരാകരിക്കുന്നു എന്നുള്ള ഉറച്ചൊരു കൺവിക്ഷൻ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എത്ര ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇത് കൊണ്ടുവന്നാലും ഞാൻ നിരാകരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ സ്വയം അറിഞ്ഞുകൊണ്ട് ഇതിനെ റിജക്റ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ ഒരു ശാശ്വതമായൊരു പരിഹാരം എന്ന് കാണുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ലോട്ടറിയും മദ്യമാണ് കേരളത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ മദ്യം ഇല്ലാതെ കേരളം എങ്ങനെ പിടിച്ചു നിൽക്കും? അതായത് ഞാൻ ആഗ്രഹിക്കുന്നത്
ഞാൻ ആ ഒരു നിങ്ങളുടെ ചോദ്യം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ രീതിയിലാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിലേക്ക് പോകണ്ട. അത് ഗവൺമെൻറ്റിൻ്റെ നയവും മറ്റു പരിപാടികളായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ കണക്കൂട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളെ കൊണ്ട് ജനകീയമായിട്ട് നമുക്ക് എങ്ങനെ ഒരു അക്രമമില്ലാത്തൊരു സമൂഹം സൃഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ ലഹരി വിമുക്തമാക്കപ്പെട്ട ഒരു സമൂഹം സൃഷ്ടിച്ചെടുക്കുക, ആ രീതിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ഞാൻ ചോദിച്ചത് മറ്റൊന്നുമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ലഹരി ഉണ്ടെങ്കിലും അത് ആവശ്യക്കാർ മാത്രമേ അത് എടുക്കുന്നുള്ളൂ, അല്ലാത്തവർ നോർമലായിട്ട് നടക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ ലഹരി ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കുടിച്ച് നടക്കണം. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പം ലഹരി മരുന്നും മദ്യവും മറ്റു കാര്യങ്ങൾ വെച്ചാൽ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഇത് തെറ്റാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് റിജക്ട് ചെയ്യും. അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രേരക ശക്തിയായിട്ടാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാണും. അതിൽ വേറെ ഒന്നുമില്ല. എന്തായാലും ഒരുപാട് കുട്ടികൾ ലഹരിയിൽ നിന്ന് യുക്തമാകട്ടെ. നമുക്ക് ലഹരി മറ്റ് പലതിനോട്, അതായത് കളിയോട്, മരങ്ങൾ നടുന്നതിനോട്, അതുപോലെ പാട്ട് പാടുന്നതിനോട്, അതുപോലെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് കുട്ടികൾക്ക് ലഹരി ഉണ്ടാവട്ടെ. ഈ ലഹരി എന്ന ഈ ഒരു വിപത്ത്, അതായത് സമൂഹത്തിനെ നശിപ്പിക്കുന്ന ഒരു വിപത്ത് പൂർണ്ണമായും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് മാറി പോട്ടെ എന്ന് തന്നെയാണ് കണ്ണൂർ മൗണ്ടൻ ആശംസിക്കുന്നത്. യെസ്, വേൾഡ് മാർച്ച് ടീമും ആഗ്രഹിക്കുന്നതന്നെ. താങ്ക് യു. വേൾഡ് മാർച്ചിന്റെ ആർട്ട് സെക്ഷന്റെ ചെയർമാൻ നമ്മൾ ശശികല സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശശിയേട്ടാ, ഇപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടികളെ ഇവിടുന്ന് ഗോളടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ലഹരിക്കെതിരെ ഉള്ള ഗോളാണോ അത്? അതെ, ഇത് ഓരോരോ ഗോളുകളും നമ്മൾ ലഹരിക്കെതിരെയാണ്. നമ്മൾ ഈ പരിപാടി തുടങ്ങലും മുൻപേ നമ്മളൊരു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു കുട്ടികളെ കൊണ്ട് തന്നെ. ഞാൻ ലഹരി അക്രമങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുമെന്ന കാര്യം ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ ഓപ്പറേഷൻ തുപ്പാരി തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി കാലത്ത് വന്നിരുന്നു. അതേ ദിവസം വൈകുന്നേരമാണ് നമ്മളിവിടെ ഈ കലക്ടറേറ്റ് മൈതാനത്ത് 4ാമത് വേൾഡ് മാർച്ച് ടീമിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ചടങ്ങ് നടത്തിയത്. അപ്പോൾ കുട്ടികളുടെ ഓരോ ഗോളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ലഹരിക്കെതിരെ ഒരു മനസ്സ് തുറക്കുന്ന മറ്റൊരു പ്രതീകമായിട്ടുള്ളതാണ് ആ ഗോളടിച്ചത്. നമുക്കറിയാം, ലഹരി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം മദ്യം വ്യാപകം ഒഴുക്കിക്കൊണ്ട് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു സംസാരം നമുക്ക് പറ്റില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സമൂലമായി ഇതിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നത് വരെ നമുക്ക് ഇതിനേക്ക് പോരാണ്ടതുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇതൊരു മാസങ്ങൾ കൊണ്ട് നിൽക്കുന്ന പരിപാടിയാണ്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ലഹരിയായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ശശിയേട്ടൻ ഓരോ തരത്തിലും എങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു സമൂഹത്തിന് ലഹരിയെ തുടച്ചു മാറ്റാം, അതിനൊക്കെ ഈ ശശിയേട്ടൻ പൊരുതും. ഞാൻ കേരള സംസ്ഥാന മദ്യ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിൽ നിശ്ചിതമായൊരു ലക്ഷ്യമാണത്, അതിൻ്റെ ഒരു പ്രതിജ്ഞയാണത്. അതിലൊന്നും യാതൊരു സംശയമില്ല. അതിന് പോരാടും. അത് സംഘടനയോടൊപ്പം കുറച്ചും കൂടെ ബലം കൂടുമെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പറയാനുള്ളത്. അതുപോലെ തന്നെ സർക്കാർ ഒരു സൈഡിലൂടെ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നു, മറു സൈഡിലൂടെ തൂഫാനും, അത് എങ്ങനെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത്? രാജ്യത്തെ കുറവുണ്ട്, ശരിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളത് പറഞ്ഞിട്ട് മദ്യൊരു സംബന്ധിച്ച പോരാട്ടം നമ്മളിപ്പോൾ അടുത്ത ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കാണുകയാണ്. ഞങ്ങളിത് പലതവണ മുഖ്യമന്ത്രി ആയതിനു ശേഷം കാണുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പരിപൂർണമായും മദ്യ നിരോധനം നടപ്പാക്കാൻ ലഹരിക്കെതിരെ പോരാട്ടം പറ്റുമെന്ന് ഞങ്ങൾ നിരന്തരം നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്, അതിനുള്ള ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതുപോലെ തന്നെ മഴ കനക്കാണ്. അപ്പോൾ നമുക്ക് ലഹരിയുടെ പോരാട്ടം തുടരട്ടെ. തീർച്ചയായും. അതായത് ലഹരി അവസാനിക്കട്ടെ, പോരാട്ടം തുടരട്ടെ. തീർച്ചയായും. നന്ദി. ഓക്കെ, കണ്ണൂർ മൗണ്ടൻ ആശംസികൾ. നന്ദി, നമസ്കാരം. മുമ്പിലേക്ക് ചന്ദ്രോട്